സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ രണ്ടാമത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിനു മുമ്പേ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്നാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു മണിക്കൂർ നീണ്ടൊരു ക്ലാസ്സും ചെയ്തിരുന്നു. അത് മാക്സിമം ആൾക്കാരും കാണാൻ ശ്രമിക്കുക. സിവിൽ പോലീസ് ഓഫീസർ എക്സാം എഴുതുന്നവർ മാക്സിമം കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡൽ ക്വസ്റ്റ്യൻസ്, രണ്ടാമത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് 1860 ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം, അതായത് IPC നിയമപ്രകാരം അപക്വമായ തിരിച്ചറിവ് ഏത് പ്രായത്തിനിടയിലാണ്? അപ്പോൾ എന്താണ് IPC 1860 ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അപക്വമായ തിരിച്ചറിവ് ഏത് പ്രായത്തിനിടയിലാണ് അപക്വമായ തിരിച്ചറിവ് വരുന്നത്? ഏത് പ്രായത്തിനിടയിലാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 7 മുതൽ 12 വയസ്സ് വരെയാണ്. 7 മുതൽ 12 വയസ്സ് വരെയാണ് അപക്വമായ തിരിച്ചറിവ്. നമ്മൾ IPC സെക്ഷൻ 83 IPC സെക്ഷൻ 83 7 മുതൽ 12 വയസ്സ് വരെയാണ് അപക്വമായ തിരിച്ചറിവ് എന്ന് പറയുന്നത്. ഏത് പ്രായത്തിനിടയിലാണെന്ന് ചോദിച്ചാൽ 7 മുതൽ 12 വയസ്സ് വരെ. അപ്പോൾ തെറ്റല്ലേ? അപ്പോൾ 1860 ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അപക്വമായ തിരിച്ചറിവ് ഏത് പ്രായത്തിനിടയിലാണ്? 7 മുതൽ 12 വയസ്സ് വരെയാണ്. അത് വരുന്നത് സെക്ഷൻ ഏതാണ്? സെക്ഷൻ 83 അത് പ്രതിപാദിക്കുന്നത്, അതിനെക്കുറിച്ച് പറയുന്നത്. ക്ലിയർ ആയ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയ? അപ്പോൾ നമുക്ക് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നിയമവിരുദ്ധമായ തടസ്സം സൃഷ്ടിക്കൽ IPCയുടെ ഏത് വകുപ്പിൽപ്പെടുന്നു? അപ്പോൾ എന്താണ് നിയമവിരുദ്ധമായ തടസ്സം സൃഷ്ടിക്കൽ IPCയുടെ ഏത് വകുപ്പിൽപ്പെടുന്നു? അപ്പോൾ നിയമവിരുദ്ധമായ തടസ്സം സൃഷ്ടിക്കൽ IPCയുടെ ഏത് വകുപ്പിലാണ് പെടുന്നത്? IPC സെക്ഷൻ 339 നമ്മൾ പഠിച്ചതാണ്. IPC സെക്ഷൻ 339 അന്യായമായ തടസ്സപ്പെടുത്തൽ, അതായത് നിയമവിരുദ്ധമായ തടസ്സം സൃഷ്ടിക്കലാണ് IPC സെക്ഷൻ 339. അപ്പോൾ IPC സെക്ഷൻ 339 മറക്കല്ലേ. നിയമവിരുദ്ധമായ തടസ്സം സൃഷ്ടിക്കൽ അഥവാ അന്യായമായ തടസ്സപ്പെടുത്തലിൻ്റെ സെക്ഷൻ വരുന്നത് IPC സെക്ഷൻ 339 നമ്മൾ പഠിച്ചതാണ്. 339. അതുപോലെ തന്നെ ബാക്കി സെക്ഷൻസൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് പഠിച്ചു പോകാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ കഴിയും. IPC സെക്ഷൻ 407 എന്താണ് പഠിച്ചത് നമ്മൾ? IPC സെക്ഷൻ 407 എന്താണ് പറയുന്നത്? കാരിയറും മറ്റും കുറ്റകരമായ വിശ്വാസ ലംഘനം നടത്തുന്നതിനെക്കുറിച്ചുള്ള ശിക്ഷയെക്കുറിച്ചാണ് IPC സെക്ഷൻ 407 പറയുന്നത്. 407 എന്താണ്? കാരിയറും മറ്റും കുറ്റകരമായ വിശ്വാസ ലംഘനം നടത്തുന്നതിനെക്കുറിച്ചാണ് IPC സെക്ഷൻ 407 പറയുന്നത്. അപ്പോൾ IPC സെക്ഷൻ 411 എന്താണ് പറയുന്നത്? കളവ് മുതൽ സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. സ്വീകരിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് IPC സെക്ഷൻ 411 എന്ന് പറയുന്നത്. അപ്പോൾ IPC സെക്ഷൻ 411 എന്താണ്? കളവ് മുതൽ, അതായത് മോഷ്ടിച്ച മുതലുകൾ സ്വീകരിക്കുന്നത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് IPC സെക്ഷൻ 411 പറയുന്നത്. അടുത്തത് IPC സെക്ഷൻ 398 എന്താണ് നമ്മൾ പഠിച്ചത്? മാരകായുധങ്ങൾ ധരിച്ചിട്ടുള്ളപ്പോൾ കവർച്ചയോ കൂട്ടായ്മ കവർച്ചയോ നടത്താൻ ശ്രമിക്കുന്നത്. അപ്പം മാരകായുധങ്ങൾ ധരിച്ചിട്ടുള്ളപ്പോൾ കവർച്ചയോ കൂട്ടായ്മ കവർച്ചയോ നടത്താൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചുള്ള സെക്ഷൻ ഏതാണ് വരുന്നത്? സെക്ഷൻ 398 ആണ് സെക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. IPC സെക്ഷൻ 411 പ്രകാരമുള്ള ശിക്ഷ എന്താണ്? അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ പഠിച്ചു. IPC സെക്ഷൻ 411 എന്താണ് പ്രതിപാദിക്കുന്നത്? കളവ് മുതൽ സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ്. IPC സെക്ഷൻ 411 പറയുന്നത് കളവ് മുതൽ സ്വീകരിക്കുന്നതിന് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എന്ത് ശിക്ഷയാണ് കിട്ടുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ത് ശിക്ഷയാണ് കിട്ടുന്നത്? നമ്മൾ പഠിച്ചതാണ് 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. അതായത് IPC സെക്ഷൻ 411 കളവ് മുതൽ സ്വീകരിക്കുന്നതാണെന്ന് നമുക്കറിയാം. അതിന് ശിക്ഷ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയാണ് ശിക്ഷയായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന IPC വകുപ്പ്. അപ്പോൾ ഏതാണ് IPC വകുപ്പ് വരുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഒരു സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന IPCയിലെ വകുപ്പ് ഏതാണ്? നമ്മൾ പഠിച്ചതാണ് IPC സെക്ഷൻ 313.
IP സെക്ഷൻ 313 ഒരു സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള IP സെക്ഷനാണ് IP സെക്ഷൻ 313. ഈ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് പഠിച്ചുകൂടെ പോവുക. അപ്പം ക്ലാസ്സുകൾ പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പഠിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒരു സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന IPCയിലെ വകുപ്പാണ് IP സെക്ഷൻ 313. അപ്പം IP സെക്ഷൻ 313 എന്താണ് നമ്മൾ പഠിച്ചു. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. IP സെക്ഷൻ 312 എന്താണ് വരുന്നത് നമ്മൾ പഠിച്ചാണ്. IP സെക്ഷൻ 312 ഗർഭം അലസിപ്പിക്കലാണ് വരുന്നത്. അതുപോലെ തന്നെ IPC സെക്ഷൻ 324 എന്താണ് വരുന്നത്? IP സെക്ഷൻ 324 വരുന്നത് അപായകരമായ ആയുധങ്ങളാലോ മറ്റു മാർഗങ്ങളിലൂടെയോ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതാണ് IP സെക്ഷൻ 324 വരുന്നത്. IP സെക്ഷൻ 317 നമ്മുടെ സിലബസിലില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ IP സെക്ഷൻ 312, 313, 324 നമ്മൾ ഈ ക്വസ്റ്റ്യനിലൂടെ പഠിച്ചു. ഒന്നുകൂടെ പറയാം, IP സെക്ഷൻ 312 ഗർഭം അലസിപ്പിക്കൽ, IP സെക്ഷൻ 313 ഒരു സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് IP സെക്ഷൻ 313 വരുന്നത്. അതുപോലെ തന്നെ 324 വരുന്നത് എന്താണ്? അപായകരമായ ആയുധങ്ങളാലോ മറ്റു മാർഗങ്ങളിലൂടെയോ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന IP സെക്ഷൻ 324 വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് CRPC സെക്ഷൻ 1 പ്രതിപാദിക്കുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, ഏതൊരു വകുപ്പെടുത്താലും അതിൻ്റെ സെക്ഷൻ 1 എന്ന് പറയുന്നത് എന്തായാലും ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവുമാണ് വരുന്നത്. അത് ബേസിക്കാണ്. ഏതൊരു സെക്ഷൻ എടുത്താലും അതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവുമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് CRPCയിലെ ജാമ്യം എത്രാമത്തെ സെക്ഷനാണ് അതുകൂടെ അങ്ങ് പഠിച്ചു പോകാം. ജാമ്യം വരുന്നത് സെക്ഷൻ 2A ആണ്. 2 ബ്രാക്കറ്റ് Aയിലാണ് വരുന്നത്. CRPC സെക്ഷൻ 2A ജാമ്യം വരുന്നത്. അതുപോലെ തന്നെ കുറ്റത്തെ പ്രതിപാദിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് CRPCയിലെ സെക്ഷൻ 2N ആണ്. 2Nലാണ് കുറ്റത്തെ ഇത് ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ സമൻസ് കേസ് വരുന്നത് സെക്ഷൻ 2W ആണ്. സെക്ഷൻ 2W ആണ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, സെക്ഷൻ 1 ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവുമാണ് വരുന്നത്. സെക്ഷൻ 2A വരുന്നത് ജാമ്യമാണ് വരുന്നത്. CRPC സെക്ഷൻ 1 ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും. അതുപോലെ തന്നെ CRPC സെക്ഷൻ 2A വരുന്നത് ജാമ്യവും. അതുപോലെ തന്നെ CRPC സെക്ഷൻ 2N വരുന്ന കുറ്റവും. അതുപോലെ തന്നെ CRPC സെക്ഷൻ 2W വരുന്നത് സമൻസ് കേസുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. പിന്നെ അടുത്ത് നോക്കാം, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ. അതായത് CRPC നിലവിൽ വന്നതെന്നാണ്. 1974 ഏപ്രിൽ 1 CRPC നിലവിൽ വന്നത്. അപ്പം 1974 ഏപ്രിൽ 1 കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ നിലവിൽ വന്ന തീയതിയാണ് 1974 ഏപ്രിൽ 1. തെറ്റിപ്പോലെ 1974 ഏപ്രിൽ 1. ക്ലിയർ ആയ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും മെഡിക്കൽ പരിശോധന നടത്തണമെന്ന് നിർദ്ദേശിക്കുന്ന CRPC സെക്ഷൻ ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും മെഡിക്കൽ പരിശോധന നടത്തണമെന്ന് നിർദ്ദേശിക്കുന്ന CRPCയിലെ സെക്ഷൻ അഥവാ വകുപ്പ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് സെക്ഷൻ? നമുക്കെല്ലാവർക്കും നമ്മൾ പഠിച്ചതാണ്. സെക്ഷൻ 54 മെഡിക്കൽ പരിശോധനയുമായിട്ട് വരുന്നത്. സെക്ഷൻ 54 എന്താണ് നമ്മൾ പഠിച്ചത്? പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും മെഡിക്കൽ പരിശോധന നടത്തണമെന്ന് നിർദ്ദേശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 54. ക്ലിയർ ആയേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, സെക്ഷൻ 54 വരുന്നത്. അതുപോലെ തന്നെ ബാക്കി സെക്ഷൻസിലൂടെ നമുക്ക് നോക്കാം. സെക്ഷൻ 50 എന്താണ് നമ്മൾ പഠിച്ചത്? അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശങ്ങളും അറിയിക്കണം. അതായത് നമ്മൾ ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 50 പറയുന്നത് ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണം എന്താണെന്ന് അയാളോട് പറയണം. അതുപോലെ തന്നെ ജാമ്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചും അയാളോട് പോലീസുകാരൻ പറയേണ്ടതാണെന്നാണ് സെക്ഷൻ 50 പറയുന്നത്. നമ്മുടെ ക്ലാസ്സിൽ നമ്മളതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ സെക്ഷൻ 51 എന്താണ് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 51 പ്രതിപാദിക്കുന്നത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളെ പരിശോധിക്കൽ, അതായത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളെ അറസ്റ്റ് ചെയ്യുന്ന ടൈമിൽ പരിശോധിക്കുന്നതാണ് സെക്ഷൻ 51 വരുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ പരിശോധന സെക്ഷൻ 54. രണ്ടും തമ്മിൽ തെറ്റിപ്പോലെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പരിശോധിക്കുന്നത് സെക്ഷൻ 51. അതുപോലെ തന്നെ മെഡിക്കൽ പരിശോധന വരുന്നത് CRPC സെക്ഷൻ 54 വരുന്നത്. ക്ലിയർ ആയ? 54 വരുന്നത്. മെഡിക്കൽ പരിശോധന 54, അല്ലാതെ ആളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആളെ പരിശോധിക്കുന്നത് സെക്ഷൻ 51. അതുപോലെ തന്നെ സെക്ഷൻ 50
അറസ്റ്റ് ചെയ്യുന്ന ആളെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ ജാമ്യത്തിനുള്ള അവകാശങ്ങളെക്കുറിച്ചും അറിയിക്കണമെന്ന് പറയുന്നതാണ് സെക്ഷൻ 50. 52 നമ്മുടെ സിലബസിലില്ല, അതുകൊണ്ട് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പോലീസ് രഹസ്യമായി ശേഖരിക്കുന്ന വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്ന കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് ഒന്നുകൂടെ പറയാം. പോലീസ് രഹസ്യമായി ശേഖരിക്കുന്ന വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്ന കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ. അപ്പോൾ രഹസ്യമായി പോലീസ് ചെയ്യുന്ന വിവരങ്ങൾ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതാണെന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? നമ്മൾ പഠിച്ചതാണ്. കേരള പോലീസ് ആക്ട് ഓപ്ഷൻ ബി ആണ്. കേരള പോലീസ് ആക്ട് സെക്ഷൻ 31 കേരള പോലീസ് ആക്ട് സെക്ഷൻ 31 വരുന്നത്. പോലീസ് രഹസ്യമായി ശേഖരിക്കുന്ന വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ് എന്ന് പറയുന്നത് കേട്ടോ, ആണ് എന്ന് സൂചിപ്പിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 31 വരുന്നത്. മറക്കല്ലേ, സെക്ഷൻ 31. അപ്പം ബാക്കിയുള്ള സെക്ഷൻസിലൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കിപ്പോവാം. സെക്ഷൻ 33 എന്താണ്? പോലീസിനും പൊതുജനങ്ങൾക്കും ഓഡിയോ, വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കാവുന്നതാണെന്ന് പറയുന്നതാണ് സെക്ഷൻ 33. 37 എന്താണ് പറയുന്നത്? സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിനുള്ള പ്രവേശനത്തിനെ പറ്റിയാണ് സെക്ഷൻ 37 വരുന്നത്. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 37 സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിനുള്ള പ്രവേശനം. അതുപോലെ തന്നെ 38 എന്താണ് പറയുന്നത്? സെക്ഷൻ 38 കുറ്റകൃത്യം തടയുന്നതിനുള്ള പോലീസ് ഇടപെടൽ. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം, ഒന്നുകൂടെ ഈ സെക്ഷൻസ് ഒന്നുകൂടെ പറഞ്ഞു പോവാം. അപ്പം പറഞ്ഞ് മാക്സിമം പറയുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ തലയിലോട്ട് പെട്ടെന്ന് തന്നെ കയറുകയും ചെയ്യും, മാക്സിമം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു പോവാം. കേരള പോലീസ് ആക്ട് സെക്ഷൻ 31 എന്താണ്? പോലീസ് രഹസ്യമായി ശേഖരിക്കുന്ന വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സെക്ഷൻ 33 എന്താണ്? കേരള പോലീസ് ആക്ട് സെക്ഷൻ 33 പോലീസിനും പൊതുജനങ്ങൾക്കും ഓഡിയോ, വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ കേരള പോലീസ് ആക്ട് സെക്ഷൻ 37 എന്താണ് പറയുന്നത്? സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിനുള്ള പ്രവേശനം. അതുപോലെ തന്നെ കേരള പോലീസ് ആക്ട് സെക്ഷൻ 38 എന്താണ് പറയുന്നത്? കുറ്റകൃത്യം തടയുന്നതിനുള്ള പോലീസ് ഇടപെടൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ശബ്ദം മൂലമുണ്ടാകുന്ന ശല്യം നിയന്ത്രിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് അധികാരം നൽകുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ എന്താണ്? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ്? ശബ്ദം മൂലം ഉണ്ടാകുന്ന ശല്യം നിയന്ത്രിക്കാനുള്ള ജില്ലാ പോലീസ് മേധാവിക്കുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശബ്ദം മൂലം ഉണ്ടാകുന്ന ശല്യം നിയന്ത്രിക്കല്ലേ. അപ്പോൾ ഏത് സെക്ഷനാണ് വരുന്നത്? നമ്മൾ പഠിച്ചതാണ് സെക്ഷൻ 77. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 77 ശല്യം മൂലം ഉണ്ടാകുന്ന ശല്യം നിയന്ത്രിക്കാനുള്ള പോലീസിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 77 വരുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 77 ആൻസറായിട്ട് വരുന്നത്. അപ്പം ബാക്കിയുള്ള സെക്ഷനോട് നമുക്ക് പഠിച്ചു പോകാം. സെക്ഷൻ 69 എന്താണ്? സെക്ഷൻ 69 അഗ്നിബാധ, ദുരന്തം അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന അവസരങ്ങളിലെ പോലീസിൻ്റെ നടപടികളെ കുറിച്ചാണ് വരുന്നത്. സെക്ഷൻ 69. അതുപോലെ തന്നെ സെക്ഷൻ 98 എന്താണ് വരുന്നത്? സെക്ഷൻ 98 സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചാണ് സെക്ഷൻ 98 വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. സെക്ഷൻ 77 എന്താണ്? ശബ്ദം മൂലം ഉണ്ടാകുന്ന ശല്യം നിയന്ത്രിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് അധികാരം നൽകുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 77. അതുപോലെ തന്നെ കേരള പോലീസ് ആക്ട് സെക്ഷൻ 69 എന്താണ്? അഗ്നിബാധ, ദുരന്തം അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന അവസരങ്ങളിലെ നടപടികളെക്കുറിച്ചാണ് സെക്ഷൻ 69 വരുന്നത്. സെക്ഷൻ 90 കേരള പോലീസ് ആക്ട് സെക്ഷൻ 98 എന്താണ് വരുന്നത്? സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 98. സെക്ഷൻ 55 നമുക്ക് പഠിക്കാനില്ല, നമ്മുടെ സിലബസ് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്കത് പഠിക്കേണ്ട കാര്യമില്ല. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യനാണ് നമുക്ക് വരുന്നത്. പോലീസിൻ്റെ പൊതുവായ കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ. അപ്പോൾ പൊതുവായ കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് വരുന്നത്? നമ്മൾ പഠിച്ചതാണ് ഓപ്ഷൻ ഡി 3ാമത്തെ സെക്ഷനാണ് വരുന്നത്. അപ്പം കേരള പോലീസ് ആക്ട് സെക്ഷൻ 3 പോലീസിൻ്റെ പൊതുവായ കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പോലീസിൻ്റെ പൊതുവായ കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3, കേരള പോലീസ് ആക്ട് സെക്ഷൻ 3. അപ്പം ബാക്കിയുള്ള സെക്ഷൻസ് നമുക്ക് പെട്ടെന്ന് പോവാം, പെട്ടെന്ന് തന്നെ പറഞ്ഞങ്ങ് പോവാം. അതായത് സെക്ഷൻ 3 പോലീസിൻ്റെ പൊതുവായ കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അതുപോലെ തന്നെ സെക്ഷൻ 4 നമ്മൾ പഠിച്ചത് പോലീസിൻ്റെ ചുമതലകളെക്കുറിച്ചാണ് സെക്ഷൻ 4 പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 7 വരുന്നത് കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള ജനങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ചാണ് സെക്ഷൻ 7 വരുന്നത്. 1ാമത്തെ അറിയാം, ചുരുക്കപ്പേരും വ്യാപ്തിയുമാണ് വരുന്നത്. 5ാമത്തെ നമുക്ക് സിലബസിലില്ല, പഠിക്കേണ്ട കാര്യമില്ല. അപ്പം ഒന്നുകൂടെ പറഞ്ഞു പോവാം. പോലീസിൻ്റെ പൊതുവായ കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ വരുന്നത്
സെക്ഷൻ 3 വരുന്നത്. സെക്ഷൻ 4 വരുന്നത് പോലീസിൻ്റെ ചുമതലകളാണ് വരുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 7 കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് ജനങ്ങൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ 7 വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം ഒന്ന് ലൈക്കിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചെയ്യണേ. മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 11ാമത്തെ ക്വസ്റ്റ്യൻ, മരണമൊഴി തെളിവായി സ്വീകരിക്കുന്നത് ആരുടെ മുന്നിൽ പ്രസ്താവിക്കുമ്പോഴാണ്? അപ്പം മരണമൊഴി, അപ്പോൾ ഇവിടെ എവിഡൻസ് ആക്ടിലെ ചോദ്യമാണ് വരുന്നത്. ഇനി മരണമൊഴി തെളിവായി സ്വീകാര്യമാകുന്നത് ആരുടെ ഒക്കെ മുമ്പിൽ പ്രസ്താവിക്കുമ്പോഴാണ്? നമുക്കറിയാം, പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പിലും മരണമൊഴി രേഖപ്പെടുത്താം, മജിസ്ട്രേറ്റിന് മുമ്പിലും മരണമൊഴി രേഖപ്പെടുത്താം, ഡോക്ടറിന് മുമ്പിലും മരണമൊഴി രേഖപ്പെടുത്താം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ഇവരെല്ലാമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പിലും മജിസ്ട്രേറ്റിന് മുമ്പിലും ഡോക്ടറിൻ്റെ മുമ്പിലും നമുക്ക് മരണമൊഴി രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ മരണമൊഴി തെളിവായി സ്വീകാര്യമാവുന്നത് ഇവരുടെയൊക്കെ മുമ്പിൽ പ്രസ്താവിക്കുമ്പോഴാണ്. ക്ലിയറായി? അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ തെളിവ് നിയമത്തിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ് വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ തെളിവ് നിയമത്തിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 11 അല്ലേ? 11 അധ്യായങ്ങളുണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 11 അധ്യായങ്ങളുണ്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ. അടുത്ത ക്വസ്റ്റ്യൻ, NDPS ആക്ട് രണ്ടാമത് ഭേദഗതി ചെയ്ത വർഷം. NDPS ആക്ട് രണ്ടാമത് ഭേദഗതി ചെയ്യപ്പെട്ട വർഷം ഏതാണ്? നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ ബി, 2001 രണ്ടാമത് ഭേദഗതി ചെയ്യപ്പെട്ട വർഷം. ആദ്യം ഭേദഗതി ചെയ്യപ്പെട്ട വർഷം എന്നാണ്? 1988 ആദ്യമായിട്ട് ഭേദഗതി ചെയ്തത്. രണ്ടാമത് 2001 അതുപോലെ തന്നെ മൂന്നാമത് 2014 ഭേദഗതി ചെയ്തത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. NDPS ആക്ട് ആദ്യമായിട്ട് ഭേദഗതി ചെയ്യപ്പെട്ടത് 1988, രണ്ടാമത് ഭേദഗതി ചെയ്യപ്പെട്ടത് 2001. അതുപോലെ തന്നെ NDPS ആക്ട് അവസാനമായിട്ട് മൂന്നാമത് ഭേദഗതി ചെയ്യപ്പെട്ടത് 2014 ഭേദഗതി ചെയ്തത്. ക്ലിയറായി? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നിയമവിരുദ്ധമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന NDPS ആക്ടിലെ വകുപ്പ് എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയാം? നിയമവിരുദ്ധമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന NDPS ആക്ടിലെ വകുപ്പ്. ഇപ്പോൾ വകുപ്പ് ഏതാണ്? നമ്മൾ പഠിച്ചതാണ്. NDPS ആക്ട് നമ്മുടെ ക്ലാസ് ഉണ്ടെന്ന് നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. നമ്മുടെ NDPS ആക്ടിലെ ക്ലാസ്സിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. നിയമവിരുദ്ധമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുന്ന NDPS ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 68F ആണ്. സെക്ഷൻ 68F ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സെക്ഷൻ 68F ആണ് നിയമവിരുദ്ധമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനും NDPS ആക്ടിലെ സെക്ഷൻ 68F ആണ് വരുന്നത്. ക്ലിയറായോ? അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ അങ്ങ് പഠിച്ചു വെച്ചോ. സെക്ഷൻ 19 NDPS ആക്ട് സെക്ഷൻ 19 വരുന്നത് കൃഷിക്കാരൻ കറുപ്പ് മോഷ്ടിച്ചാലുള്ള ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 19 വരുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 24 എന്താണ് നമ്മൾ പഠിച്ചത്? കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ ഇന്ത്യക്ക് പുറത്തു നിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ അതോ ലഹരി പദാർത്ഥമോ ഇന്ത്യക്ക് പുറത്തുള്ള വ്യക്തിയുമായി കച്ചവടത്തിന് ഏർപ്പെട്ടാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 24 വരുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 27A എന്താണ്? സെക്ഷൻ 27 എന്താണ്? NDPS ആക്ട് സെക്ഷൻ 27 എന്താണ്? മയക്കുമരുന്നോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 27 നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ സെക്ഷൻ 27 നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ സെക്ഷൻ 27 നമ്മൾ പഠിച്ചത്, അതായത് മയക്കുമരുന്നോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 27 പഠിച്ചത്. അതിൻ്റെ വരുന്നത് മയക്കുമരുന്നോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിയും നിയമത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ശിക്ഷാർഹനാണെന്നാണ് സെക്ഷൻ 27 നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 27A എന്ന് പറയുന്നത് അനധികൃത ലഹരിക്കടത്തിന് 27 അതാണ്. സെക്ഷൻ 27 മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. NDPS ആക്ട് സെക്ഷൻ 27A വരുന്നത്
എന്താണ് അനധികൃത ലഹരിക്കടത്തിന് ധനസഹായം നൽകുന്നതിനും കുറ്റവാളികൾക്ക് അഭയം നൽകുന്നതിനുമുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 27 വരുന്നത്. കൺഫ്യൂഷൻ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. NDPS ആക്ട് സെക്ഷൻ 68F വരുന്നത് നിയമവിരുദ്ധമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് NDPS ആക്ട് സെക്ഷൻ 68F വരുന്നത്. NDPS ആക്ട് സെക്ഷൻ 19 എന്താണ് വരുന്നത്? NDPS ആക്ട് സെക്ഷൻ 19 വരുന്നത് കൃഷിക്കാരൻ കറുപ്പ് മോഷ്ടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 19 വരുന്നത്. സെക്ഷൻ 24 വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ ഇന്ത്യക്ക് പുറത്തു നിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥമോ ഇന്ത്യക്ക് പുറത്തുള്ള വ്യക്തിയുമായി കച്ചവടത്തിന് ഏർപ്പെട്ടാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 24 വരുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 27A വരുന്നത് അനധികൃതമായ ലഹരിക്കടത്തിന് ധനസഹായം നൽകുന്നതിനും കുറ്റവാളികൾക്ക് അഭയം നൽകുന്നതിനുമുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 27A വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് ഈ ഓപ്ഷൻസിലെ എല്ലാ സെക്ഷൻസ് എല്ലാം നമ്മൾ പഠിച്ചെടുത്തു. ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നതിൽ ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ ഏതാണ്? അപ്പോൾ ചുവടെ പറയുന്നത് ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ ഏതാണ് വരുന്നത്? 1056 ആണോ, 1096 ആണോ, 1098 ആണോ, 1078 ആണോ? നമ്മൾ പഠിച്ചതാണ് 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറായിട്ട് വരുന്നത്. ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പറായിട്ട് വരുന്നത് 1098 ആണ്. ഈ നമ്പർ മാർക്കല്ലേ, 1098 ആണ് ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു വെച്ചു. ചിലപ്പോൾ നമ്മൾ എക്സാം ഹോളിലിരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺഫ്യൂഷൻ അടിക്കാൻ തോന്നുമോ, 98 ആണോ 78 ആണോ എന്നൊക്കെ നമ്മൾ അറിയാതൊക്കെ കറപ്പിക്കുന്നുണ്ട്. അപ്പോൾ കറപ്പിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ അങ്ങ് പഠിച്ചങ്ങ് പൊക്കോ. 1098 ആണ് ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പറായിട്ട് വരുന്നത്. ക്ലിയർ ആയേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പോക്സോ നിയമത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന എന്താണ്? പോക്സോ നിയമത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രസ്താവന 1, പോക്സോ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ്. പോക്സോ നിയമം ജമ്മു കാശ്മീർ ഒഴികെ ഇന്ത്യ മുഴുവൻ ബാധകമാണ്. അതുപോലെ തന്നെ പോക്സോ നിയമം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം ബാധകമാണ്. ഓപ്ഷൻ ഡി വരുന്നത് എന്താണ്? ഇവയൊന്നുമല്ല എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിനേതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? പോക്സോ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. പോക്സോ നിയമം നിലവിലിപ്പോൾ നമ്മുടെ ഇന്ത്യ മുഴുവൻ ബാധകമായിട്ടുള്ള ഇതാണ് പോക്സോ നിയമം. അതുപോലെ തന്നെ പോക്സോ നിയമം ജമ്മു കാശ്മീരിനൊഴികെ ഇന്ത്യ മുഴുവൻ ബാധകമാണെന്നുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പോക്സോ നിയമം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം ബാധകമായിട്ടുള്ള എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഓപ്ഷൻ ഡി ഒന്നുമില്ല, തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. പോക്സോ നിയമം നമ്മുടെ ഇന്ത്യ മുഴുവൻ ബാധകമായിട്ടുള്ള ഇതാണ് വരുന്നത്. ബാധകമായിട്ടുള്ള നിയമമാണ് പോക്സോ നിയമം വരുന്നത്. അത് ക്ലിയർ ആയേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സൈബർ നിയമങ്ങൾ എന്ന വിഷയം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം ആൻസർ ഓപ്ഷൻ ഡി അവശിഷ്ട അധികാരങ്ങളിലാണ്. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ അവശിഷ്ട അധികാരങ്ങളിലാണ് സൈബർ നിയമങ്ങൾ എന്ന വിഷയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയ? അതെല്ലാം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതെല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ. അപ്പോൾ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് വരുന്നത്? സെക്ഷൻ 66 ആണോ വരുന്നത്, 66B ആണോ വരുന്നത്, 66C ആണോ വരുന്നത്, 65 ആണ് വരുന്നത്? നമ്മൾ പഠിച്ചാണ് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് അഥവാ സെക്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. സെക്ഷൻ 66 ആണ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ക്രൈംസിനെ കുറിച്ച് വരുന്നത്. അതുപോലെ തന്നെ 66 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയുള്ള സെക്ഷൻസ് നമുക്കങ്ങ് പഠിച്ചു പോകാം. അപ്പോൾ ഒന്നുകൂടെ പറയാം. സെക്ഷൻ 66 കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് IT ആക്ട് സെക്ഷൻ 66. ക്ലിയർ ആയി? അതുപോലെ തന്നെ സെക്ഷൻ 66 കഴിഞ്ഞിട്ട് വരുന്ന 66A ആണ്. നമുക്കറിയാം 2015 സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്ത വകുപ്പ് സെക്ഷൻ 66A ആണ് വരുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 66B ആണ്. സെക്ഷൻ 66B എന്താണ്? മോഷ്ടിച്ച കമ്പ്യൂട്ടറോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ വാങ്ങുന്നതോ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 66B വരുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 66C എന്താണ്? വ്യക്തിവിവര മോഷണമാണ് സെക്ഷൻ 66C വരുന്നത്. ഐഡൻറ്റിറ്റി തെഫ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 66D എന്താണ്? ആൾമാറാട്ടം നടത്തുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 66D വരുന്നത്. അതുപോലെ തന്നെ പഠിച്ചു വെച്ചോ. സെക്ഷൻ 66F എന്ന് പറയുന്നത് സൈബർ ടെററിസമാണ് വരുന്നത്. സെക്ഷൻ 66F വരുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 65 എന്താണ് വരുന്നത്? IT ആക്ട് സൈബർ ടാമ്പറിംഗ് ആണ് സെക്ഷൻ 65 വരുന്നത്. അപ്പോൾ ഇത്തരം സെക്ഷൻസ് നമ്മൾ ഒരു ക്വസ്റ്റ്യനിലൂടെ പഠിച്ചല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മൂന്നാം കക്ഷിയെ സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് അപേക്ഷ ലഭിച്ച് എത്ര ദിവസത്തിനുള്ളിലാണ് മൂന്നാം കക്ഷിക്ക് ആക്ഷേപം ബോധിപ്പിക്കാൻ അവസരം നൽകേണ്ടത്? അപ്പം നമ്മുടെ വിവരാവകാശ നിയമപ്രകാരമുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം.
അതായത് മൂന്നാം കക്ഷിയെ സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് അപേക്ഷ ലഭിച്ച് എത്ര ദിവസത്തിനുള്ളിലാണ് മൂന്നാം കക്ഷിക്ക് ആക്ഷേപം ബോധിപ്പിക്കാൻ അവസരം നൽകേണ്ടത്? 5 ദിവസമാണോ, 10 ദിവസമാണോ, 15 ദിവസമാണോ, അതുപോലെ നിഷ്കർഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് നമ്മൾ പഠിച്ചതാണ്? 10 ദിവസമാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 10 ദിവസമാണ്. അതായത് മൂന്നാം കക്ഷിയെ സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് അപേക്ഷ ലഭിച്ച് എത്ര ദിവസത്തിനുള്ളിലാണ് മൂന്നാം കക്ഷിക്ക് ആക്ഷേപം ബോധിപ്പിക്കാൻ അവസരം നൽകേണ്ടത്? 10 ദിവസത്തിന് മുമ്പാണ്. 10 ദിവസത്തിന് മുമ്പ്. ക്ലിയറായ? 10 ദിവസത്തിനുള്ളിലാണ്. ക്ലിയറായ? അതുപോലെ തന്നെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ആരാണ്? എല്ലാവർക്കും അറിയാം, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ എ രാഷ്ട്രപതിയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് വരുന്നത്. അതുപോലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനെ നീക്കം ചെയ്യേണ്ടത് ഗവർണറാണ് സംസ്ഥാന തലത്തിൽ വരുന്നത്. കേന്ദ്ര തലത്തിൽ വരുമ്പോൾ രാഷ്ട്രപതിയാണ് വരുന്നത്. അങ്ങനെ ഓർത്ത് വെച്ചോ. അപ്പം ഓപ്ഷൻ എ രാഷ്ട്രപതിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ 1 നമ്മൾ 20 ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തു. അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ 2 ഇപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് ടോട്ടൽ 40 ആയി. ഇനിയിപ്പോൾ ഇനിയും നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സസ് വരുന്ന ദിവസങ്ങളിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുൻവർഷ ചോദ്യങ്ങളുമായിട്ടുള്ളൊരു ഇതുണ്ട്. അതായത് PSC ചോദിച്ചിട്ടുള്ള സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ മുൻവർഷ ചോദ്യങ്ങളുടെ ക്വസ്റ്റ്യൻസിനുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും നമ്മളൊരു ക്ലാസ് ചെയ്തിരുന്നു 1 മണിക്കൂറോളം ഉണ്ടെന്ന്. അത് ഞാൻ നമ്മുടെ CPO മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻസ് സ്പെഷ്യൽ ടോപ്പിക്സ് മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റിൽ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതോടൊപ്പം മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താലേ നമുക്ക് മാക്സിമം ഇത് തലയിൽ നിൽക്കത്തുള്ളൂ. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താലേ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് നമ്മൾ ഓരോ മോഡൽ ക്വസ്റ്റ്യൻസും തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തന്നെ ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ നമ്മളുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലിടാം. അതിലൂടെ ഒന്ന് മാക്സിമം ജോയിൻ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID വഴി ഇടാം. അതിൽ നിങ്ങൾ കയറി ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു ഓൾ. അടുത്ത ദിവസം തന്നെ പുതിയൊരു മോഡൽ ക്വസ്റ്റ്യൻ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്.